കുവൈറ്റിന് മുകളിൽ വെച്ച് 3 US യുദ്ധവിമാനങ്ങൾ അബദ്ധത്തിൽ വെടിവെച്ചിട്ടു. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെതിരെ നടത്തുന്ന നീക്കങ്ങൾക്കിടെ അമേരിക്കൻ നിർമ്മിത കുവൈറ്റ് യുദ്ധവിമാനം 3 അമേരിക്കൻ F-50 വിമാനങ്ങളെ അബദ്ധത്തിൽ വെടിവെച്ചിട്ടതായി പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട ഈ വിവരം പശ്ചിമേഷ്യൻ യുദ്ധമുഖത്തെ വലിയൊരു പിഴവായാണ് കണക്കാക്കപ്പെടുന്നത്. യുദ്ധത്തിന്റെ 3-ാം ദിവസം അമേരിക്കൻ സൈനിക താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന കുവൈറ്റിലേക്ക് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിട്ട സമയത്താണ് ഈ ദാരുണമായ സംഭവം നടന്നത്. അമേരിക്കൻ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരമനുസരിച്ച് കുവൈറ്റ് വ്യോമസേനയുടെ FA-18 ഹോർനെറ്റ് വിമാനത്തിലെ പൈലറ്റ് അബദ്ധത്തിൽ തൊടുത്ത 3 മിസൈലുകളാണ് അമേരിക്കൻ വിമാനങ്ങളെ തകർത്തത്. കുവൈറ്റ് ആകാശത്ത് വെച്ച് തകർന്നു വീണ 3 വിമാനങ്ങളിലെയും പൈലറ്റുമാരും മറ്റ് ജീവനക്കാരും പാരഷൂട്ട് ഉപയോഗിച്ച് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മിസൈലേറ്റതിന് പിന്നാലെ അമേരിക്കൻ F-15 വിമാനത്തിന്റെ വാൽഭാഗത്ത് തീപിടിച്ച് പുകയോടെ താഴേക്ക് പതിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. തുടക്കത്തിൽ കുവൈറ്റിന്റെ ഭൂതല വ്യോമ പ്രതിരോധ സംവിധാനമാണ് വിമാനങ്ങളെ വെടിവെച്ചിട്ടതെന്നാണ് US സെൻട്രൽ കമാൻഡ് അറിയിച്ചിരുന്നത്. എന്നാൽ പുതിയ അന്വേഷണം കുവൈറ്റ് വിമാനത്തിന്റെ പങ്കിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. സംഭവത്തിൽ കുവൈറ്റ് ഭരണകൂടം ഖേദം പ്രകടിപ്പിക്കുകയും പ്രത്യേക അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ കുവൈറ്റിൽ തകർന്നു വീണ അമേരിക്കൻ വിമാനം തങ്ങൾ വെടിവെച്ചിട്ടതാണെന്ന് ഇറാൻ സൈന്യം അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഈ സംഭവം ശത്രുക്കളുടെ ആക്രമണം മൂലമല്ലെന്ന് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ടാൻ കെയ്ൻ വ്യക്തമാക്കി. ഇറാന്റെ ഡ്രോണുകളെ തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഈ പിഴവ് സംഭവിച്ചതെന്നാണ് സൂചന. യുദ്ധവിമാനങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന IFF കോഡ് സംവിധാനം വിമാനങ്ങളിൽ നിലനിൽക്കെ എങ്ങനെ ഇത്തരം ഒരു പിഴവ് സംഭവിച്ചു എന്നത് വ്യോമയാന വിദഗ്ധരെ കുഴപ്പിക്കുന്നുണ്ട്. കുവൈറ്റ് അമേരിക്കയുടെ ഒരു പ്രധാന സഖ്യകക്ഷിയായിരിക്കെ ശത്രു വിമാനമാണോ മിത്രമാണോ എന്ന് പരിശോധിക്കാതെ ആക്രമണം നടത്തിയത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം എത്രത്തോളം സങ്കീർണമാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച കുവൈറ്റിലെ അമേരിക്കൻ താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 6 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. കുവൈറ്റ് സിറ്റിയിലെ US എംബസിക്ക് നേരെയും അടുത്തിടെ ആക്രമണ ശ്രമങ്ങൾ ഉണ്ടായി. മാത്രമല്ല US-ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന സംഘർഷം ഗണ്യമായി വർദ്ധിച്ചതിന് പിന്നാലെയാണ് F-15 വിമാനങ്ങൾ തകർക്കപ്പെടുന്നത്. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ഉടനീളമുള്ള US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇറാൻ ഇപ്പോൾ പ്രത്യാക്രമണം നടത്തുന്നത്. തങ്ങളുടെ പരമോന്നത നേതാവിന്റെ മരണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രതിജ്ഞയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ സംഘർഷം കൂടുതൽ വഷളാകരുതെന്ന് US-ഉം ഇസ്രായേലും ഇറാന് തിരിച്ചും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം തിങ്കളാഴ്ച രാവിലെ പുറത്തുവന്ന വീഡിയോയിലെ വിമാനം അമേരിക്കയുടെ തന്നെ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനം അബദ്ധത്തിൽ വെടിവെച്ചിട്ടതാണെന്ന് പ്രാഥമിക റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരുന്നു. ശത്രു വിമാനമാണെന്ന് തെറ്റിദ്ധരിച്ചാകാം പാട്രിയറ്റ് ബാറ്ററി മിസൈൽ തൊടുത്തതെന്നായിരുന്നു സംശയം. എന്നാൽ ഒന്നിലധികം വിമാനങ്ങൾ തകർന്നു വീണതായി കുവൈറ്റ് സ്ഥിരീകരിച്ചതോടെ ഈ അപകടങ്ങളുടെ പിന്നിലെ കാരണം കൂടുതൽ നിഗൂഢമായിരിക്കുകയാണ്. ഒന്നിലധികം വിമാനങ്ങൾ ഒരേ സമയം സാങ്കേതിക തകരാറിലാകാൻ സാധ്യത കുറവായതിനാൽ ശത്രുവിന്റെ ഇടപെടലോ അതോ പ്രതിരോധ സംവിധാനങ്ങളുടെ വലിയ തോതിലുള്ള പിഴവോ എന്ന കാര്യത്തിൽ അന്വേഷണം നടക്കുകയാണ്. റഡാർ സംവിധാനങ്ങളിലെ തകരാറോ വാർത്താവിനിമയത്തിലെ പിഴവോ മൂലം സ്വന്തം വിമാനങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ വരുന്നത് യുദ്ധ സാഹചര്യങ്ങൾ വലിയ വെല്ലുവിളിയാണ്. ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കണമെന്ന് കുവൈറ്റ് അധികൃതർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു. യുദ്ധം 3-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പശ്ചിമേഷ്യയിലുടനീളം സംഘർഷം പടരുന്നത് ഇത്തരത്തിലുള്ള സൈനിക അപകടങ്ങൾ വർദ്ധിപ്പിക്കുകയാണെന്നും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.